പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സോഫ്റ്റ് ടിഷ്യൂവിലുള്ള ഒരു സാരിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ്, പക്ഷേ ഇതിൽ ഫുള്ളായിട്ടും ഗോൾഡൻ ലൈൻസ് വരുന്നുണ്ട്. ഇതേക്കടെ ഫുള്ള് ബോഡി പാർട്ടിൽ വരുന്നുണ്ട്. രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്. അതുപോലെ ബ്ലൗസായാലും ഇതേ ഡിസൈന് തന്നെയാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓൾ ഓവർ വരിക. ഇതുണ്ടോ, വളരെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് വെയർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നല്ല ഭംഗിയായിട്ട് നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഈ ടൈപ്പും അതുപോലെ വേറെ ടൈപ്പും സാരികൾ ഈ കൂടെ കാണിക്കുന്നുണ്ട്. നമുക്കത് ഓരോന്നായിട്ടൊന്ന് കാണാം. ടീൽ ബ്ലൂ ഷെയ്ഡിലാട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് പല്ലു വരിക. വിത്ത് ബ്ലൗസ് പീസ് എല്ലാത്തിൻ്റെയും ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബ്ലൗസ് ഇതേ രീതിയിലാണ് വരിക. ഇതാണ് ഇതിൻ്റെ ബോർഡർ. ബോഡി പാർട്ടിൽ ലൈൻസ് വരുന്നുണ്ട്. ഫുള്ളായിട്ടും ഒരു ഗോൾഡൻ ലൈൻസ്, വളരെ തിന്നായിട്ടുള്ള ലൈൻസാണ് വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. റേറ്റ് 1980. അടുത്തൊരു ഗ്രീൻ ഷെയ്ഡ്. എല്ലാം നല്ല കളറുകളാട്ടോ. ഇപ്പോൾ ഇത് കണ്ട നമുക്ക് ഈ ഓണത്തിനൊക്കെ നല്ല രസമായിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്ന ഒരു സാരി. വൺ പ്ലീറ്റ് ആയിട്ടൊക്കെ ഇടാം. ട്രാൻസ്പെറൻ്റ് അല്ല ഇത്. അപ്പോൾ പിന്നെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതിന് യാതൊരു പ്രോബ്ലം ഇല്ല. വളരെ സോഫ്റ്റാണ്, വെയ്റ്റ്ലെസ് ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെ പ്ലീറ്റ്സൊക്കെ നല്ല ഒതുങ്ങി കിടക്കുന്ന രീതിയിൽ വരും. ഈ ടിഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ടിഷ്യൂവിനും ഒരേ രീതിയിൽ കാണണ്ട. ഇത് വളരെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ടുള്ള ടിഷ്യൂ ആണ്. നമുക്കിത് ഞാൻ ഉടുത്ത് തന്നെ ചെറിയ പ്ലേറ്റഡ് ആയിട്ട് നമുക്കിത് വെയർ ചെയ്യാനും എളുപ്പമാണ്. റേറ്റ് 1980. വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെ ഇത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ഓൾ ഓവർ വരിക. ഉണ്ടോ, ഇതിലൊരു ഗോൾഡൻ ലൈൻസ് ഫുള്ളായിട്ടും വരുന്നുണ്ട്. അത് തന്നെയാണ് കേട്ടോ ഇതിനെ ഏറ്റവും ഭംഗിയാക്കുന്നത്. ഉണ്ടോ, ബോഡി പാർട്ട് ഫുള്ളായിട്ടും ആ ലൈൻ. അതുപോലെ രണ്ട് സൈഡിലും ബോർഡർ. അങ്ങനെ ബോർഡറാണ് വരിക. ഇതാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് ഇതിൻ്റെ ഉൾവശം. നല്ല പെർഫെക്ഷനോട് തന്നെയാണ് വന്നിരിക്കുന്നത്. വിത്ത് ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരിക. നമുക്കിത് സെറ്റ് സാരിക്കോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാവുന്ന നല്ലൊരു ബ്ലൗസ് പീസുമാണ് ഇതിൻ്റെ കൂടെയുള്ളത്. ഇത് സോഫ്റ്റ് ടിഷ്യൂ തന്നെയാണ്, വൺ ലെയറായിട്ടാട്ടോ ഇത് ഇട്ടിരിക്കുന്നത്. ഇതിൽ നിറയെ പോൾക്ക ഡോട്ട്സ് ഉണ്ട്. അതുപോലെ ഗോൾഡൻ ലൈൻസും ഉണ്ട്. രണ്ട് സൈഡിൽ ബോർഡറും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പല്ലു വരിക. നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാവുന്നൊരു സാരിയാണിത്. ഇതുണ്ടോ, വളരെ സോഫ്റ്റാണ്. ഈ മെറ്റീരിയൽ പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ഇതുണ്ടോ, അങ്ങനെ ചുളുങ്ങുന്ന മെറ്റീരിയലല്ല, വെയ്റ്റ്ലെസ്സാണ്, ഒതുങ്ങിക്കിടക്കുന്ന മെറ്റീരിയലുമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. ഇതുണ്ടോ, പോൾക്ക ഡോട്ട്സ് അതുപോലെ ആ ഗോൾഡൻ ലൈൻസ് എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത്. ബോർഡർ വന്നിട്ട് ഇങ്ങനത്തെ ഡിസൈനാണ് ഫുള്ളായിട്ടും വരിക. ഇതും നിറയെ പോൾക്ക ഡോട്ട്സ് ഉള്ള, രണ്ട് സൈഡിലും ബോർഡറുള്ള, അതുപോലെ ബോഡി പാർട്ടിൽ ലൈനുമുള്ള സെയിം മെറ്റീരിയലിൽ തന്നെ, അതായത് സോഫ്റ്റ് ടിഷ്യൂവിൽ തന്നെ വരുന്ന ഒരു സാരിയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാം. വെയ്റ്റ്ലെസ്സാണ്, ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലുമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. പിന്നെ പല്ലു ഇങ്ങനെ വരുന്നതിൻ്റെ പല്ലു നല്ല ഭംഗിയുള്ള പല്ലുവാണ്. ബോർഡർ വന്നിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ വിത്ത് ബ്ലൗസ് പീസ് ഈ ഡിസൈനാണ് വരിക. ഇത് അതിൻ്റെ തന്നെ മറ്റൊരു ഷെയ്ഡാണ്. കോഫി ബ്രൗൺ അല്ല കേട്ടോ, ഒരു നല്ലൊരു ഷെയ്ഡ് തന്നെ. രണ്ട് സൈഡിലും ബോർഡർ ഫുള്ളായിട്ടും ഈ പോൾക്ക ഡോട്ട്സ് വരുന്നുണ്ട്. അതുപോലെ ആ ലൈൻസ്, ഗോൾഡൻ ലൈൻസ്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചത് പ്ലെയിൻ ആയിരുന്നു. ഇതിനുള്ള മാറ്റം എന്നാന്ന് വെച്ചാൽ ഇതിൽ ഈ പോൾക്ക ഡോട്ട്സ് ഫുള്ളായിട്ടും വന്നിട്ടുണ്ട് എന്നുള്ളൊരു ഡിഫറൻസ്. ബാക്കി ലൈൻസ്, ബോർഡർ എല്ലാം സെയിം. വിത്ത് ബ്ലൗസ് പീസും ഇങ്ങനെ ഈ ലൈൻസാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഫുള്ള് ബോഡി പാർട്ടിൽ ഫുള്ള് ആ പോൾക്ക ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ ബ്ലൗസ് ഇത് പ്ലെയിനായിട്ട് അതിൽ ഗോൾഡൻ ലൈൻസും വന്നിരിക്കുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2195 ആണ്.